അടുത്തായിട്ട് നോക്കൂ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഫൈ എന്ന് പറയുന്നത് ഓൺ ടു ആണെന്നും 1 1 ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട 1 ആണെന്ന് പ്രൂവ് ചെയ്തു. നമ്മൾ ഫൈ ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു ഫൈ ഓഫ് എ പ്ലസ് ഫൈ ഓഫ് ബി എന്നും ഫൈ ഓഫ് എ ഇൻറ്റു ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്നും പ്രൂവ് ചെയ്തു. Therefore E has a subfield isomorphic to F. We can think of capital E as containing F if we identify the coset A plus id generated by P of X with its unique coset representative A that belongs to F. That is, think of A plus id generated by P of X as just A and vice versa. ഞാൻ പറഞ്ഞല്ലോ, എന്താ എ പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ പി എഫ് എക്സ് ഫോമിലാണ് നമ്മുടെ ഇയിലുള്ള ആൾക്കാരെല്ലാം ഇരിക്കുന്നത്. അതിനെ എ ആയിട്ട് കാണുക. അപ്പോൾ എഫിലുള്ളവരെല്ലാം എവിടെ ഉണ്ടെന്ന് കിട്ടും? ഇയിലുണ്ടെന്ന് കിട്ടും. എഫിലുള്ള എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇയിൽ എന്തുണ്ട്? എ പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ പി എഫ് എക്സ് ഉണ്ട്. ബി എഫിലുണ്ടെങ്കിൽ ബി പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ പി എഫ് എക്സ് ഉണ്ട്. അപ്പം ഇതിനെ നേരിട്ട് കണ്ടെയ്ൻ ചെയ്യുന്നതല്ല, അതുമായിട്ട് ഐസോമോർഫിക് ആയിട്ടുള്ളൊരു ഭാഗം ആർക്കുണ്ട്? ഇക്കകത്തും ഉണ്ട്. ഇനി പി എഫ് എക്സിന് ഒരു 0 ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എക്സ് പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിനകത്ത് ഇട്ട് കൊടുത്തു. നമുക്ക് എന്ത് കിട്ടി? എ എൻ ഇൻറ്റു അത് എക്സ് റേസ് ടു എൻ പ്ലസ് അങ്ങനെ കിട്ടി. ഇതെല്ലാം കൂടെ എല്ലാ ഐഡിയ ജനറേറ്റഡ് ബൈ പി എഫ് എക്സ് ഒരു ഐഡിയ അല്ല. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതുകൊണ്ട് തന്നെ ആഡ് ചെയ്താലും എത്ര പ്രാവശ്യം ആഡ് ചെയ്താലും നമുക്ക് അത് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം കൂടെ ചേരുമ്പോൾ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് എൻ മൈനസ് 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സ്ട്രാ പ്ലസ് എ നോട്ട് എ പ്ലസ് ഐഡിയ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. ബാക്കിയെല്ലാം കൂടെ അത്രയും പോളിനോമിയൽ ചേരുമ്പോൾ പി എഫ് എക്സ് എ പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് കിട്ടി ഈക്വൽ ടു 0 പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് കിട്ടി. ഓക്കെ, പി എഫ് എക്സ് പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിന് 0 പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് കിട്ടുന്നു. ഇനി ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ബിലോങ്സ് ടു ക്യൂ ഓഫ് എക്സ്. ഇപ്പോൾ നോക്കിക്ക്, മേളിൽ നമ്മൾ പി ഓഫ് എക്സിനകത്ത് എക്സ് പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ പി എഫ് എക്സ് ഇട്ട് കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 0 പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ പി എഫ് എക്സ് എന്ന് കിട്ടി. ഇത് എവിടുത്തെ 0യാ? ഇ ബൈ ഐ ഡി ജനറേറ്റഡ് ബൈ പി എഫ് എക്സ്, അതായത് ജി ബൈ എച്ചിനകത്തുള്ള ഐഡൻറ്റിറ്റി കൊസറ്റ് എച്ച് ആണ്. അപ്പം എഫ് ഓഫ് എക്സ് ബൈ ഐ ഡി ജനറേറ്റഡ് ബൈ പി എഫ് എക്സിനകത്തുള്ള ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് എന്ത്? 0 പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ പി എഫ് എക്സ് ആണ്. അപ്പം അതാണ് നമുക്ക് 0 ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 0 പോളിനോമിയലിൻ്റെ 0 എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ പി എഫ് എക്സ് ആണ്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ പ്രൂഫ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമ്മൾ ഇതൊരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നൊരു പോളിനോമിയൽ എടുത്തു. ഇനി എഫ് ഓഫ് എക്സ് ഇൻ ദെൻ വ്യൂവിങ് എഫ് ഓഫ് എക്സ് ആസ് ആൻ എലമെൻറ്റ് ഓഫ് ഇ ഓഫ് എക്സ് എന്താ നമ്മൾ എടുക്കുന്നത്? ഇവിടുത്തെ എഫ് ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ആണല്ലോ. ക്യൂ ഓഫ് എക്സ് ബൈ ഈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് ക്യൂവിനകത്ത് ഇറഡ്യൂസിബിളാണ്. കാരണം അവന് 2 ഡിഗ്രിയുള്ള പോളിനോമിയലാണ്. ഇറഡ്യൂസിബിൾ ആണോ, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി അതിന് സീറോസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. എക്സ് സ്ക്വയർ പ്ലസ് 1ന് ഇതിനകത്ത് സീറോസ് ഇല്ല. അതിൻ്റെ സീറോസ് പ്ലസ് ഓർ മൈനസ് ഐ ആണ്. അത് ക്യൂവിനകത്തിലില്ല. അപ്പോൾ അത് ഇറഡ്യൂസിബിളാണ്. അപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് ആയിട്ട് അതിനെ എടുക്കാം. അപ്പോൾ ക്യൂ ഓഫ് എക്സ് ബൈ ഐ ഡി ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നെടുത്തു. ഓഫ് എക്സ് വി ഹാവ് എഫ് ഓഫ് ഇതിനകത്തിൽ എക്സ് പ്ലസ് പി ഓഫ് എക്സ് ഇട്ട് കൊടുക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ എക്സ് പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു എക്സ് പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു എന്ത് കിട്ടും? ഈ എക്സ് സ്ക്വയർ അതുപോലെ എഴുതുക. ബാക്കി എല്ലാ ഇതിനകത്തിലെ ഐ ഡി ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് ഒരെണ്ണം എഴുതിയാൽ മതി. എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് 0 പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. The polynomial x square plus 1 has the complex number root of minus 1 as a 0, but here we have constructed a field that contains the rational numbers and a 0 for the polynomial x square plus by root. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ നമ്മളൊരു 0 കണ്ടുപിടിച്ചു. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സീറോസ് ഏതാ? പ്ലസ് ഓർ മൈനസ് ഐ. അതല്ലാതെ ഒരു 0, കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിലും നമ്മൾ റാഷണൽ നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്തു കണ്ടുപിടിച്ചു? അതിനൊരു 0 കണ്ടുപിടിച്ചു. അതാണ് എക്സ് പ്ലസ് ഐ ഡി ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. വേറെ ഒരെണ്ണം എഫ് ഓഫ് എക്സ് എക്സ് റേസ് ടു 5a പ്ലസ് 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 Z3xലുള്ളതാണ്. അതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതണം. നമ്മൾ നേരത്തെ മറ്റേത് കാണുമ്പോഴേ അറിയാം നമുക്ക് ഇറഡ്യൂസിബിളാണ്. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതിയപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 2x പ്ലസ് 2 എന്ന് കിട്ടും. ഇതിനകത്ത് ഈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് ഇറഡ്യൂസിബിളാണ്, മറ്റത് ഇറഡ്യൂസിബിളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ക്യാപിറ്റൽ Z3xa ബൈ ഐ ഡി ജനറേറ്റഡ് ബൈ
എക്സ് സ്ക്വയർ പ്ലസ് 1 എടുക്കാം, Z3 XA ബൈ ഐഡിയ ജനറേറ്റഡ് ബൈ XU പ്ലസ് 2X പ്ലസ് 2 രണ്ടും എടുക്കാം. ഓക്കെ, അപ്പോൾ Z3 ഓഫ് XA ബൈ ഐഡിയ ജനറേറ്റഡ് ബൈ XU പ്ലസ് 2X പ്ലസ് 2വിനകത്തുള്ള എലമെൻറ്റ്സ് എങ്ങനെ ഇരിക്കും? AX സ്ക്വയർ പ്ലസ് BX പ്ലസ് CA പ്ലസ് ഐഡിയ ജനറേറ്റഡ് ബൈ XQ പ്ലസ് 2X പ്ലസ് 2. ഇതെങ്ങനെയാണ് ഇങ്ങനെ, അതായത് നമുക്ക് താഴെ വരുന്ന ആ ഒരു XQ പ്ലസ് അതിൻ്റെ ഡിഗ്രി 3 ആണല്ലോ, അങ്ങനെ 3 ആണ് താഴെ വരുന്നതിൻ്റെ ഡിഗ്രി എങ്കിൽ നമ്മൾ ഈ ഇതിനകത്തുള്ള എലമെൻറ്റ്സ് AX സ്ക്വയർ പ്ലസ് BX പ്ലസ് CA പ്ലസ് അതൊന്നായിരിക്കും. 2 ആ ഡിഗ്രി എങ്കിൽ മേളിൽ വരുന്ന ഒന്ന് കുറവായിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് Z3 X ബൈ ഐഡിയ ജനറേറ്റഡ് ബൈ X സ്ക്വയർ പ്ലസ് 2X പ്ലസ് 2 അതിലെ എലമെൻറ്റ്സ് ഇരിക്കുന്നത്. അതിനകത്തിൽ Aക്ക് 3 പോസിബിലിറ്റി, കാരണം Z3ക്കകത്ത് 3 എലമെൻറ്റാണ് ഉള്ളത്, Bക്ക് 3 പോസിബിലിറ്റി, Cക്ക് 3 പോസിബിലിറ്റി, എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 27 പോസിബിലിറ്റീസാണ് നമുക്കുള്ളത്. സിൻസ് എവരി ഇൻ്റഗ്രൽ ഡൊമെയിൻ ഈസ് contained in its field of quotients, we see that every non-constant polynomial with coefficients from an integral domain always has a 0 in some field containing the ring of coefficients. The next example shows that this is not true for commutative rings in general. F of x അടുത്ത 2x plus 1 belongs to Z4 of x. Then f of x has no 0 in any ring containing Z4 as a subring, because if beta is a 0 in such a ring, അപ്പം എഫ് ഓഫ് എക്സ് എടുത്തു, എഫ് ഓഫ് എക്സ് ഹാസ് നോ 0. ഇത് Z4 എന്ന് പറയുന്ന Z5, അതായത് നമുക്ക് ഇഫ് ഫീൽഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്നും പറഞ്ഞാൽ ഈ തിയറം വരുന്നത് ഫീൽഡ് ആയിരിക്കണം. എഫ് നമ്മൾ എടുക്കുന്ന Z4 ഫീൽഡ് അല്ല, ZN ഫീൽഡ് ആവണമെങ്കിൽ N പ്രൈം ആയിരിക്കണം. ഇവിടെ 4 പ്രൈം അല്ല, അപ്പോൾ Z4 ഫീൽഡ് അല്ല. അപ്പോൾ Z4 ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫീൽഡ് Z4 ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ക്രൈറ്റീരിയനിലുള്ളതല്ല. അപ്പം അവിടെ ഈ പറഞ്ഞ കാര്യം ട്രൂ ആയിരിക്കത്തില്ല. അപ്പോൾ അവിടെ ഇങ്ങനൊരു നോക്കാം നമുക്ക്. ഇഫ് ഓഫ് എക്സ് ഹാസ് നോ 0 ഇൻ എനി റിംഗ് കണ്ടെയ്ൻ Z4 ആസ് എ സബ് റിംഗ്, ബിക്കോസ് ബീറ്റ എന്ന് പറയുന്ന ഒരു 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2x പ്ലസ് 1 എക്സിനെ ബീറ്റ ആയിട്ട് കൊടുക്കുമ്പോൾ 0 is equal to ബീറ്റ പ്ലസ് 1 എന്ന് കിട്ടും. ആൻഡ് ദെയർ ഫോർ 0 is equal to 2 into 2 ബീറ്റ പ്ലസ് 1 ഈക്വൽ ടു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടുമല്ലോ. 0നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ്. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 2 ബീറ്റ പ്ലസ് 2 ഈക്വൽ ടു 2 into 2 into ബീറ്റ പ്ലസ് 2 ഈക്വൽ ടു 2 into 2 4 അല്ലേ, 0 ആണ്. 0 into ബീറ്റ പ്ലസ് 2 ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ 0 തുടങ്ങിയത് 0 അല്ല, 0 ഈക്വൽ ടു 2 എന്ന് കിട്ടും. അത് ട്രൂ അല്ല. അതുകൊണ്ട് ഈ കേസിൽ അത് ഈ പറഞ്ഞ റിസൾട്ട് ട്രൂ ആവത്തില്ല. അടുത്തായിട്ട് വരുന്നതാണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ്.